വെറും 2 ചേരുവകൾ കൊണ്ട് പൊരിയുണ്ട തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന പൊരിയുണ്ടേൻ്റെ അതേ ടേസ്റ്റിലാണ് ഇത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഒരു പാനിലേക്ക് നമുക്ക് ഏകദേശം 200 ഗ്രാം പൊരി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും എല്ലാ കടകളിലും വാങ്ങാൻ കിട്ടും. നമുക്ക് 200 ഗ്രാം പൊരി ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. ഒന്ന് ഞെരിയിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ്, കൂടുതലൊന്നും ചെയ്യേണ്ട. ഏകദേശം ഒരു 2-3 മിനിറ്റ് മാത്രം ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. കൂടുതൽ ടൈം വറക്കാനോ ഹൈ ഫ്ലെയിമിൽ വെക്കാനോ പാടില്ല. ഏകദേശം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് 2 ശർക്കരയാണ് ആവശ്യമായിട്ടുള്ളത്. 2 ശർക്കരയിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കാം. ശർക്കര നന്നായി അലിഞ്ഞു വരണം. ശർക്കരയിൽ ഒരുപാട് കരടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അരിച്ചിട്ട് വേണം നമുക്കിതെടുക്കാൻ. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള പാനിലേക്ക് നമുക്ക് ഈ ശർക്കരയുടെ വെള്ളം അരിച്ചൊഴിക്കാം. ഇതിൽ കരടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അരിച്ചൊഴിക്കുന്നത്. നല്ല ശർക്കരയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ശർക്കര നന്നായിട്ട് തിളയ്ക്കണം. അത്യാവശ്യം ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ്. ശർക്കര ഇതാ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂണിൽ അല്പം എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് നമുക്കൊരു ഡ്രോപ്പ് ഒറ്റിച്ച് നോക്കാം. എന്നപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഉണ്ടോ, ഇതേപോലെയാണ് വേണ്ടത്. ഇങ്ങനെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശർക്കര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്ക് പൊരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പൊരി ഇട്ടതിന് ശേഷം നമുക്കൊരു 2 സെക്കൻഡിന് ശേഷം ഗ്യാസ് ഓഫ് ആക്കാവുന്നതാണ്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ ഇളക്കണം. ശർക്കര വേഗം കട്ടിയായി പോകും. അതുകൊണ്ട് പെട്ടെന്ന് ഇളക്കിയിട്ട് ശർക്കര എല്ലാ സൈഡിലേക്കും എത്താൻ വേണ്ടി ശ്രദ്ധിക്കണം. നല്ലോണം ഇളക്കി കൊടുത്ത് ശർക്കര എല്ലാ സൈഡിലും എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു കുറച്ച് സമയം ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. പൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അല്പം നേരം ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചൂട് അല്പം മാറിയതിന് ശേഷം, കൂടുതലൊന്നും മാറരുത്, കുറച്ച് മാറിയതിന് ശേഷം ഇളം ചൂടോടുകൂടി നമുക്കിങ്ങനെ ബോൾസ് ആക്കി എടുക്കാം. കയ്യിലിങ്ങനെ നന്നായി ചെറിയ ബോൾസ് ആയത് കയ്യിൽ അല്പം എണ്ണ പുരട്ടിയിട്ട് നമുക്ക് ഉരുട്ടാൻ. അങ്ങനെ നമുക്ക് ഓരോ ബോൾസും ഇവിടെ റെഡിയാക്കി എടുക്കാം. അധികം ചൂട് തണയാൻ പാടില്ല, പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പൊരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് കേട് വരാത്തൊരു പലഹാരമാണ്. അതുകൊണ്ട് നമുക്കിത് പാക്കാക്കിയിട്ട് സെയിൽ ചെയ്യുകയും ചെയ്യാം. ഒരു ബിസിനസ് മാർഗം കൂടിയാണിത്. വളരെ എളുപ്പത്തിൽ 2 ഐറ്റം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം.